ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നല്ല സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിനകത്തേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊടിയുപ്പല്ലാത്ത പക്ഷം അത് നമ്മളിതിൽ ചേർക്കാൻ പോകുന്ന വെള്ളത്തോടൊപ്പം കലക്കി വേണം ചേർക്കാൻ. 3 ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും നമ്മുടെ പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ആദ്യം ഒരല്പം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുടെ വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരല്പം ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്യാൻ പറ്റുന്നത്. അത് തന്നെയല്ല നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും എളുപ്പം നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. നന്നായിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കുഴച്ച് നമ്മളൊരു ബോൾ രൂപത്തിലാക്കി എടുക്കുക. നന്നായിട്ട് ബോൾ രൂപത്തിലാക്കി എടുക്കുക. ശേഷം അതിനകത്ത് നമ്മൾ ഒരല്പം കൂടി ഓയിൽ നന്നായിട്ട് ഒഴിച്ച് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് സമയം നമ്മളതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പൊടിയിൽ മുക്കി നമ്മളിത് പരത്തിയെടുക്കുന്നത്. നന്നായിട്ട് പരത്തിയെടുക്കുക. അത്യാവശ്യം നൈസായി തന്നെ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനൊരു ചട്ടിയിലകത്തേക്ക് അല്പം ഓയിൽ തടവി കൊണ്ടാണ് ചപ്പാത്തി ചുട്ടെടുക്കുന്നത്. ഒരു 10-15 സെക്കൻഡോളം നമ്മൾ ആദ്യം ഒന്ന് വെക്കുക. സമയത്ത് ബബിൾസ് വരും. ആ സമയം നമ്മളത് മറച്ചിട്ട് കൊടുക്കുക. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു സൈഡ് ഏകദേശം ഒരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 സെക്കൻഡുള്ളിൽ നമ്മളെ ചപ്പാത്തി വീർത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 2-3 സെക്കൻഡ് കഴിഞ്ഞതാണ് നമ്മളെ ചപ്പാത്തി നന്നായിട്ട് അത് പൊന്തി വരുന്നുണ്ട്. കാണുന്നത് പോലെ തന്നെ വളരെ സോഫ്റ്റാണ്. കഴിക്കാനും നന്നായിട്ട് വീർത്ത് വരുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ ചപ്പാത്തി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കണം. എന്നാൽ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തി കൂടി ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.